തൃശൂരിൽ വീട്ടിൽ നിന്ന് സ്പിരിറ്റ് പിടികൂടിയതിന് പിന്നാലെ പോലീസിനെ ഭയന്ന മധ്യവയസ്കൻ ജീവനൊടുക്കിയെന്ന സംശയം. പുത്തൂർ കൈനൂർ സ്വദേശി ജോഷിയാണ് മരിച്ചത്. ജോഷിയുടെ വീട്ടിലെ ബാത്റൂമിൽ നിന്ന് സൂക്ഷിച്ച 35 ലിറ്ററോളം സ്പിരിറ്റ് ഇന്ന് പോലീസ് പിടികൂടിയിരുന്നു. സംഭവത്തിന് പിന്നാലെ ജോഷിയെ വീടിന് സമീപത്തെ ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് പുത്തൂരിൽ നിന്നും ഈ ജോഷിയുടെ വീട്ടിൽ നിന്നും പോലീസ് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പിരിറ്റിന് പരിശോധനയ്ക്കായി എത്തുന്നത്. ഇയാളുടെ വീട്ടിൽ സ്പിരിറ്റ് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് എത്തിയത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 35 ലിറ്ററോളം സ്പിരിറ്റ് വിവിധ കന്നാസുകളിലായി സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് പിടികൂടുകയും ചെയ്തു. പിടികൂടിയതിനു ശേഷം ഈ ജോഷി ഈ സമയത്ത് വീട്ടിലില്ലായിരുന്നു. ജോഷിയുടെ ഭാര്യയുടെ ഫോണിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ ജോഷിയെ ബന്ധപ്പെട്ടു. വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഉടൻ തന്നെ വീട്ടിലെത്താമെന്ന് ഉറപ്പ് നൽകിയ ജോഷി കുറച്ചു സമയത്തിന് ശേഷവും വീട്ടിലെത്താതിരുന്നതിനെ തുടർന്ന് പോലീസ് സംശയം തോന്നി പരിശോധന നടത്തിയപ്പോഴാണ് തൊട്ടടുത്ത സമീപത്തെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. ഈ സംഭവത്തിൽ ഭയന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കുറച്ച് ദിവസങ്ങളിലധികമായി ജീപ്പ് ഡ്രൈവറായ ഇദ്ദേഹം ജോഷി സ്പിരിറ്റ് കടത്തുന്നതായിട്ടുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പിടികൂടിയത്. പോലീസ് പിടികൂടിയതിനു ശേഷം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് ഇദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. പക്ഷേ പോലീസ് ബന്ധപ്പെട്ടപ്പോൾ വീട്ടിലേക്ക് ഉടനെ എത്താമെന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ഷെഡിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തുന്നത്. പിന്നീട് നാട്ടുകാർ ചേർന്ന് മൃതദേഹം അഴിച്ചു മാറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായിരുന്നു. ഒല്ലൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് സംഭവത്തിൽ. ശരി, ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.